തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സാങ്കേതികമായ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ ആ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. കാരണം ആ സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ സെക്രട്ടറിയാണ് കരാറുകളിൽ ഏർപ്പെടേണ്ടത്. പക്ഷേ ഈ ടൂ വീലർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രപ്പോസൽ വരുന്നത് എന്റെ മുമ്പിലൊന്നും അല്ല. അന്നത്തെ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണനാണ്. ഒരു ഗ്രൂപ്പിൽ ഇതൊരു തീരുമാനമായിട്ട് ഇട്ടപ്പോഴാണ് സെക്രട്ടറി ആയ ഞാൻ പോലും അറിയുന്നത്. പക്ഷെ അതിനുശേഷം അപ്പം തന്നെ ഞാൻ അതിന്റെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. കാരണം വെച്ചാൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുക എന്ന് പറയുമ്പോൾ 10,65,000 രൂപ ആരും ചുമ്മാ തരില്ല എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് അന്വേഷിച്ചതിന് ശേഷം മതി എന്ന് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. പക്ഷേ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അതെന്തോ ഒരു നിർബന്ധ ബുദ്ധിയോടെ അത് നടപ്പാക്കിയേ തീരൂ. അത് സെക്രട്ടറി എന്ന നിലയിൽ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പദ്ധതിയെ എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ശക്തമായി എതിർത്തു. ധാരണാപത്രം ആയിട്ടില്ല, അതുമായിട്ട് അവരുടെ കണ്ടീഷൻസ് ഒന്നും സംസാരിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല, എന്താണ് അവരുടെ സ്കീമാണെന്ന് നമ്മളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനമെല്ലാം എല്ലാ MOU ഒപ്പിട്ടതിന് ശേഷം മതി എന്നുള്ളൊരു തീരുമാനം, ഒരു നിർബന്ധം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MOU ഒപ്പിട്ടില്ല. പക്ഷെ ജനുവരി 26-ന് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ കുടുംബമേള അത് ഉദയ് പാലസിൽ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് മുൻ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അനന്തകൃഷ്ണനും ഈ വേദിയിൽ ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. നമ്മുടെ ഒരു ക്ലബിലെ ഒരു അംഗത്തിന്റെ മകൾക്ക് ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ട് ഈ സ്കീമിന്റെ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്യുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനത് ശക്തമായി വിയോജിച്ച് അത് നടത്തരുത് എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. മുൻ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ആ ഫംഗ്ഷനിൽ നിന്ന് കുടുംബമേളയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ മന്ത്രി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങിപ്പോയി. അത് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത് തന്നെയാണ്. നമ്മുടെ പരിപാടി ഒരു സ്കീം, ഇതുപോലൊരു സ്കീം നടപ്പാക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിലും ഒരു ധാരണ വേണമല്ലോ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ ഒരു ധാരണയില്ലാതെ അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്, MOU ഒപ്പിടുന്നത്. അപ്പൊ ആ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. MOU അപ്പോഴും ഒപ്പിട്ടിട്ടില്ല. MOU ഒപ്പിടുന്നത് അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് 2024 മാർച്ച് 20-നാണ് അതുകൊണ്ടാണ് MOU ഒപ്പിടുന്നത്. എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഞാൻ ആ പദ്ധതി എതിർക്കുന്നു എന്നതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ക്ലബിലെ അംഗങ്ങളായ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു വെൽഫെയർ കിട്ടുമെങ്കിൽ അതിനെ ഞാൻ പാരവയ്ക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ആകപ്പെടെ ഒരു ഡൈലമയിലായിരുന്നു. കാരണം അംഗങ്ങളുടെ ഒരു ആനുകൂല്യം നശിപ്പിക്കുന്നു എന്നുള്ളൊരു ദുഷ്പേര് ഒരിടത്ത്, എന്നാൽ ഒരിക്കലും കോമൺ സെൻസ് നിരക്കാത്ത ഒരു പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ള ഒരു മാനസിക പ്രയാസം ഒരു ഭാഗത്ത്. ഇത് അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ സെക്രട്ടറി ആയിട്ടുള്ള രാധാകൃഷ്ണന്റെ നിർബന്ധമായിരുന്നു. ഏതാണ് ഈ പദ്ധതി വേണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ സ്കീം നടപ്പാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതിയിലെ സെക്രട്ടറി എതിർത്തിട്ടും അതിന്റെ ഇനാഗുറേഷൻ, ഈ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് ഇനാഗുറേഷൻ നടത്തണം. ഈ അനന്തകൃഷ്ണന് എന്തോ ഒരു പ്രത്യേക ഒരു മാന്യത മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. മാത്രമല്ല ഇന്നിപ്പോ AN രാധാകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം ഈ ചിത്രം കണ്ട് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. അതായത് മാധ്യമ സമൂഹത്തെ ഇതിനൊരു കരുവാക്കി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. തീർച്ചയായും. കാരണം തിരുവനന്തപുരം പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ 1968 ഞാൻ ജനിച്ച വർഷത്തിലുണ്ടായ ഒരു പ്രസ് ക്ലബ്ബാണ്. വളരെയധികം മഹാരഥന്മാര് ഇരുന്ന ഒരു ഭാരവാഹികളായിരുന്ന ഒരു പ്രസ് ക്ലബ്ബാണ്. ആ പ്രസ് ക്ലബിന്റെ മഹത്വം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ മാറി വരുന്ന ചില ആളുകളുടെ സ്വാർത്ഥതയോ അല്ലെങ്കിൽ ആലോചിക്കാതെയുള്ള തീരുമാനങ്ങളൊക്കെ കാരണം ഇത്തരം ഒരു സ്കീമിൽ ആലോചനയില്ലാതെ ചെന്ന് പെട്ടതാണ്. അത് നാട്ടുകാരിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രസ് ക്ലബിന് ഒരു കാരണവശാലും അതിന്റെ സൽപ്പേരിന് കളങ്കമൊന്നും വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയിൽ ഒരു ചെറിയ കല്ലികടി തോന്നിയപ്പോൾ തന്നെ ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. ഒരു അംഗത്തിന്റെ കയ്യിൽ നിന്ന് പോലും ഒരു പൈസ പോലും പിരിച്ച് അനന്തകൃഷ്ണൻ കൈമാറിയിട്ടില്ല. അനന്തകൃഷ്ണൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ഒരു പൈസ കൈമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോമൊക്കെ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞു. ഞാനത് കൂടുതൽ താല്പര്യം എടുത്തില്ല. ഇത് ആ സമയത്ത് ഈ പാറ്റൂർ രാധാകൃഷ്ണന് ഇതിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ പൈസ കൊടുക്കും രാധാകൃഷ്ണന്റെ നിർബന്ധപ്രകാരമാണ് ഈ പരിപാടിയല്ല. കാരണം വെച്ചാൽ അതിന്റെ അന്നത്തെ നാൾവഴികളെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന്റെ അറിയിപ്പുകൾ ഞാൻ അതിനെ പാരവയ്ക്കുന്നു എന്നുള്ള ധ്വനി വരത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇമെയിൽ ഗ്രൂപ്പ് വഴിയും
വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചു. താങ്കളിപ്പോൾ നിയമപരമായുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടോ? നിയമപരമായി ഞാൻ ഇന്നലെ കേരള പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു തട്ടിപ്പുകാരനുമായി ഈ മഹത്തായ ഒരു പ്രസ്ഥാനം, തിരുവനന്തപുരം പ്രസ് ക്ലബ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ തട്ടിക്കാൻ, അതിലെ അംഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവരെ വഞ്ചിക്കാനും വേണ്ടി ഒരു സ്കീമുമായി അനന്തകൃഷ്ണൻ നമ്മളെ സമീപിച്ചിരുന്നു. ആ ഒരു എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ പുതിയ മാനേജിംഗ് കമ്മിറ്റി തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട ഒരാളെന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരം പോലീസിന് പരാതിപ്പെട്ടിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി വ്യക്തിപരമായി കൂടി പറയുകയാണ്, ഞാനും മാനേജിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. തുടർച്ചയായിട്ട് 2-3 മാനേജിംഗ് കമ്മിറ്റികളിൽ ഈ ധാരണാപത്രം റദ്ദാക്കണം, അത് വാർത്തയായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും രാധാകൃഷ്ണൻ അതിന് വഴങ്ങുന്നില്ല. അങ്ങ് എന്താണ് കരുതുന്നത്? ഞാൻ ഇന്നലെ പോലീസിന് കൈമാറിയ പരാതിയിൽ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ഒരു സാവകാശം ആവശ്യമാണ് എന്നുള്ള അർത്ഥം വരുത്തിയ രീതിയാണ് ആ കമ്മിറ്റിക്കകത്ത് പറഞ്ഞത്. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടല്ലോ, ഇനിയും ചർച്ചകൾ നടത്താനുണ്ട്. ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ എന്നൊരു അഭിപ്രായമാണ് രാധാകൃഷ്ണൻ കമ്മിറ്റിക്കകത്തും പറഞ്ഞത്. പക്ഷെ അത് വളരെ സംശയകരമാണ്. എന്നെ സംബന്ധിച്ച് മുൻകാലങ്ങളിലെ രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യവും ഇപ്പോൾ ഈ കരാർ റദ്ദാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയകരമാണ്. അത് പ്രസ് ക്ലബിന്റെ സൽപ്പേരിന് അത് കളങ്കം വരുത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പോലീസ് കേസ് കൊടുത്തത്. കാരണം നമുക്കതിൽ പങ്കില്ല. ഈ തട്ടിപ്പിനോ അനന്തകൃഷ്ണനോ യാതൊരു പങ്കുമില്ല.